ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ്. എവിടെ പോവാ പറഞ്ഞോക്ക്? അമ്പലത്തിൽ പോവാണ്. കൂവല്ല പോവുക. അമ്പലത്തിൽ പോവാണ്. അക്കരെ അമ്പലത്തിലാണ് പോണത്, ശിവന്റെ അമ്പലത്തിലാണ്. എനിക്ക് പൊതുവേ അമ്പലത്തിലെ ഭക്ഷണം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. പച്ച മറന്ന് പോക്ക് ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ തുമ്പമ്മയുണ്ട്, അല്ലുട്ടൻ വേറെ പ്ലാനിലാണ്. വൈകുന്നേരം അവിടെ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ അമ്മേനും കൂടെ പോകാനോ ഇപ്പോൾ വരുന്നില്ല കേട്ടോ. ഞാനും തുമ്പി അച്ഛനും കൂടെ പോകണം. കാരണം നമ്മൾ ഈ വയറും ഇവളിയും ഒക്കെ സെറ്റാക്കിയിട്ട് പോകണമല്ലോ. 4 ആളും കൂടെ പോലെ നടക്കില്ല. അപ്പോൾ അതിന് ഉറക്കം വെക്കുന്നത് നമുക്ക് പോകണ്ടേ. എല്ലാവരും ചോദിക്കുന്നുള്ളത് ഉറപ്പാണ്, ഏതാണ് പുതിയ ഷെയ്ഡ് എന്ന്. വേർക്കുന്നുണ്ട് ഞാൻ. പുതിയ ഷെയ്ഡാണ് ഗൈസ്. ഞാനിതിൻ്റെ ലിങ്ക് ഇത് തരാട്ടോ, ഇവിടെ ശരിയാവില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് തുമ്പി ഞാൻ കാണിച്ചു കൊടുത്തേക്കട്ടെ. എന്തടി നിനക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. തുമ്പമ്മനെ കാണിച്ചു കൊടുത്തേ, സുന്ദരിയായത്. വളയെ കാണിച്ചു കൊടുത്തേ ഗൈസ്. വളയൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് പട്ടുപാടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി വരാം. ഇനി ലേറ്റായ അച്ഛൻ ഞങ്ങളെ ശരിയാണ് എല്ലാ വീഡിയോയിലും സ്മച്ച് പ്രൂഫ് പറയാറുണ്ട്. പക്ഷേ ചിലതൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഇത് പക്ക നോക്കി, ഇതിൽ കൂടുതൽ നോക്കാൻ കഴിയില്ല കണ്ടോ. സെറ്റാണ് ഗൈസ്, അടിപൊളിയാണ്. ഈ ടൈപ്പ് വാങ്ങിക്കാറില്ല, ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ സെറ്റാണ് കേട്ടോ, അടിപൊളി സാധനമാണ്. അത് പോച്ചി പിടിച്ചതോ. ടി വി നോക്കുക, സ്റ്റെപ്പ് കോപ്പി ചെയ്യുക, അതുപോലെ കളിച്ചൊക്കെ നോക്കുന്ന പരിപാടിയാണ് മൂപ്പത്തിക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയാണ്, നല്ല വെയിലുണ്ട്. അമ്പലത്തിൽ ലാലു ചേച്ചിയും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാലു ചേച്ചിനെ കണ്ടപാട് തുമ്പി വേഗം കയറി മടിയിലൊക്കെ ഇരുന്നു. സംഭവം ഇതാണ്, ക്യൂടെക്സ് ഒക്കെ ഇട്ട ആളെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടണം, അങ്ങനെ ഭംഗിയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ. അതല്ലേലും കുട്ടികളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് ഈ നെയിൽ പോളിഷിനോടൊക്കെ മൈലാഞ്ചി ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. തുമ്പമ്മ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാട് ഇതാ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് വന്നാൽ തെളിയിക്കാനെന്ന് തോന്നുന്നു. ഏ പോസിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനാണ് ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഏട്ടൻ പറയാണ് എൻ്റെ വ്ളോഗിൽ വന്നപ്പോൾ ഏടെ പോയിട്ടുണ്ടല്ലോ, എന്നെ പറ്റി എല്ലാവരും ചോദിക്കലുണ്ടെന്ന്. എന്താണല്ലേ ക്രെഡിറ്റ് കിടക്കട്ടെ. തുമ്പമ്മ ആരും കാണാതെ ഉപ്പ് വാരി തിന്ന രംഗാണ് നിങ്ങൾ കണ്ടത്. അച്ഛൻ അപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യം ഇലയിലായിരുന്നു വിളമ്പിലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പ്ലേറ്റിലായി മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തുമ്പമ്മ പായസം കുടിക്കുകയാണേ. ഈ ടൈമിൽ മക്കളെയും കൊണ്ട് പുറത്ത് പോയാലും അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വലിയ ടെൻഷൻ ഉണ്ടാവാറില്ല കേട്ടോ. അവരെന്നെ എല്ലാം ഡീൽ ചെയ്യേ. തുമ്പി പിന്നെ ലാലു ശേഷിയുടെ കൂടെ തന്നെ പോവാ. വയലറ്റ് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോക്ക്. ഞങ്ങൾക്കാണെങ്കിൽ പ്രേമ വില്ലേജിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് വേണം തിരിച്ചു പോകാൻ. നല്ല വെയിലുമാണ്. പിന്നെ അല്ലൂട്ടൻ അവിടെ എന്തൊക്കെയോ ഒപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് പശുവിനെ കറക്കാനൊക്കെ പോകാനുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വല്യമ്മേടെ ഒന്ന് കയറി വല്യമ്മേനും വലിയച്ഛനൊക്കെ ഒന്ന് കണ്ട് ഓരോട് ടാറ്റ ബൈബൈ പറഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. പക്ഷെ തുമ്പി ലാലു ചേച്ചിയുടെ കാര്യം മറന്നിട്ടില്ല. ലാലു ചേച്ചിന്റെ കൂടെ പോനാം. ക്യൂടെക്സ് ഇടേ